بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآل كل والصحابة أجمعين أما بعد പ്രിയ മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടജനങ്ങളിൽ ഇഷ്ട അടിമകളിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇഹപര വിജയികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനെയും പ്രവാചകനെയും പരിശുദ്ധ ദീനിനെയും ഖുർആനിനെയും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമ സമൂഹത്തിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഖുർആൻ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ്. ഏത് കാര്യങ്ങൾക്കും പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പരിഹാരമാണ്. രോഗശമനത്തിനാകട്ടെ, തൻ്റെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിക്കുന്നതിനാകട്ടെ, കടങ്ങൾ വീടപ്പെടുന്നതിനാകട്ടെ, എന്ത് കാര്യങ്ങൾക്കാണെങ്കിലും പരിശുദ്ധമായ ഖുർആൻ അതിന് പരിഹാരമാണ്. പരിശുദ്ധമായ ഖുർആൻ വിശിഷ്യ പ്രത്യേകമായ ചില സൂറത്തുകൾ, ചില ആയത്തുകൾ, അതിനെല്ലാം വലിയ പ്രാധാന്യം പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളാണ് കരസ്ഥമാക്കുക. മഹാനായ മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുകയാണ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായിട്ട്, അർബഉ ആയാത്തിൻ ഫി സൂറത്തിൻ നിസായി, സൂറത്തുൻ നിസായിലെ 4 ആയത്തുകൾ ഖൈറുൽ ലിൽ മുസ്ലിമീന മിനദ്ദുനിയ ജമിയ, മുസ്ലിമീങ്ങൾക്ക് ദുന്യാവിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും ഖൈറാണ്. ദുന്യാവിൻ്റെ ഏതെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാ കാര്യങ്ങളും, മുഴുവൻ കാര്യങ്ങൾക്കും ഉത്കൃഷ്ടമാണ് സൂറത്തുൻ നിസായിലെ 4 ആയത്തുകൾ എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞതായി മുആവിയ റളിയല്ലാഹു അൻഹു പറയുകയാണ്. സൂറത്തുൻ നിസായിലെ ഒന്നാമത്തെ ഈ പറഞ്ഞ 4 ആയത്തുകളിൽ ഒന്നാമത്തെ ആയത്ത് 48-ാമത്തെ ആയത്താണ്. സൂറത്തുൻ നിസായിലെ 48-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇസ്മൻ അലീമ. ഈ ആയത്താണ്. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല, ലാ യഗ്ഫിറു, അവൻ പുറത്തു കൊടുക്കൂല, അൻ യുശ്റക ബിഹി, അല്ലാഹുവിനോട് ശിർക്ക് വെക്കുന്നവരെ, അല്ലാഹുവിനോട് മറ്റുള്ളവരെ, മറ്റു വസ്തുക്കളെ പങ്കു ചേർക്കുന്നവരെ അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കൂല. വയഗ്ഫിറു മാ ദൂന ദാലിക, അതല്ലാത്ത പാപങ്ങളെല്ലാം അവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. ലിമൻ യശാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നവർക്ക് ഈ ശിർക്കല്ലാത്ത, അല്ലാഹുവിനോട് പങ്കു ചേർക്കാത്ത മറ്റെല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും. വമൻ യുശ്രിക് ബില്ലാഹി, അല്ലാഹുവിനോട് ആരെങ്കിലും പങ്കു ചേർക്കുന്നുവെങ്കിൽ, അവന് തുല്യമായി മറ്റു വസ്തുക്കളെ അവനോട് ചേർക്കുന്നുവെങ്കിൽ, ഫഖദ് ഇഫ്തറ, തീർച്ചയായും അവൻ നിർമ്മിച്ചുണ്ടാക്കിയവനായി ഇസ്മൻ അലീമ, വലിയ കുറ്റമാണ് അവൻ നിർമ്മിച്ചുണ്ടാക്കിയത്. അള്ളാഹിനോട് ശിർക്ക് വെക്കല്. അപ്പൊ ശിർക്കല്ലാത്ത എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും എന്ന് ഈ സൂറത്തുൻ നിസായിലെ ആയത്തിൽ അള്ളാഹു തആല പഠിപ്പിക്കുകയാണ്. അപ്പൊ ഈ സൂറത്തുൻ നിസായിലെ ഒരായത്താണ് 48-ാമത്തെ ആയത്ത്. രണ്ടാമത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആയത്ത് സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്താണ്. വലൗ അന്നഹും, തീർച്ചയായും അവർ, ഇല്ലലമു അൻഫുസഹും, അവരോട് തന്നെ,
അവർ ദ്രോഹം ചെയ്തപ്പോൾ ജാഊക നബിയെ തങ്ങളുടെ അടുക്കൽ അവർ വന്നു. ഫസ്തഗ്ഫറുല്ലാഹ എന്നിട്ട് അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ ചോദിച്ചു, പുറത്തു തരാൻ ആവശ്യപ്പെട്ടു. വസ്തഗ്ഫറ ലഹുമുർ റസൂലു അവർക്ക് വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങും അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിച്ചു, അവർക്ക് പുറത്തു കൊടുക്കണേ എന്നാവശ്യപ്പെട്ടു. അങ്ങനെ ചെയ്താൽ ഇപ്പൊ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്തപ്പോൾ അങ്ങയുടെ അടുക്കൽ വരികയും അങ്ങയുടെ മുന്നിൽ വെച്ച് അള്ളാഹുവിനോട് അവർ പുറത്തു തരാൻ ആവശ്യപ്പെടുകയും അവർക്ക് വേണ്ടി അങ്ങ് പുറത്തു കൊടുക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്താൽ ലവജദുല്ലാഹ അള്ളാഹുവിനെ അവർക്ക് കാണാൻ കഴിയും. തവ്വാബർ റഹീമ അവരുടെ തൗബ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായിട്ടും റഹീമൻ പരമകാരുണ്യവാനുമായി അള്ളാഹുവിനെ അവർക്ക് കാണാൻ കഴിയും. തൗബ സ്വീകരിക്കുന്നവനായും പരമകാരുണ്യകനായും അള്ളാഹുവിനെ അവർക്ക് കാണാൻ കഴിയുമെന്ന് അല്ലാഹു തആല സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്താണ്. 4 ആയത്തിൽ 2 ആയത്താണ് ഈ പറഞ്ഞത്. മൂന്നാമതായി മഹാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ സൂറത്തുൻ നിസായിലെ 3-ാമത്തെ ആയത്ത് 31-ാമത്തെ ആയത്താണ്. നിസായിലെ ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിലുകും മുദ്ഖലൻ കരീമാ. ഇൻ തജ്തനിബു നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ കബായിറ മാ തുൻഹൗന അൻഹു നിങ്ങളോട് നിരോധിക്കപ്പെട്ട വലിയ പാപങ്ങളെ മഹാപാപങ്ങളെ നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ നുകഫിർ അൻകും സയ്യിആതികും നിങ്ങളുടെ ചെറിയ പാപങ്ങളെ നിങ്ങൾക്ക് പുറത്തു തരും. വനുദ്ഖിലുകും മുദ്ഖലൻ കരീമ നിങ്ങളെ മാന്യമായ ഒരു സ്ഥലത്ത് നാം പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. യഅനി അൽ ജന്ന നിങ്ങളെ നാം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. വൻപാപങ്ങളെ മഹാപാപങ്ങളെ നിങ്ങളോട് നിരോധിക്കപ്പെട്ട മഹാപാപങ്ങളെ മദ്യപാനം വ്യഭിചാരം ചൂതാട്ടം തുടങ്ങിയ മഹാപാപങ്ങൾ ആ വൻപാപങ്ങളെ നിങ്ങൾ വർജിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ചെറിയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും, നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യും എന്ന ഈ സൂറത്തുൻ നിസായിലെ 31-ാമത്തെ ആയത്താണ്. മൂന്നാമത്തെ ആയത്ത് മഹാന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. പിന്നീട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല പറഞ്ഞത് 4-ാമത് പറഞ്ഞ ആയത്ത് സൂറത്തുൻ നിസായിലെ 110-ാമത്തെ ആയത്താണ്. 110-ാമത്തെ ആയത്ത് എന്താണത്? വമൻ യഅമൽ സൂഅൻ ആരെങ്കിലും ചെറിയ തെറ്റുകൾ ചെയ്താൽ ഔ യദ്ലിം നഫ്സഹു അല്ലെങ്കിൽ ആരെങ്കിലും തന്നെത്താൻ എന്താണ് ആക്രമിക്കുകയും ചെയ്താൽ, സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്യുകയും ചെയ്താൽ സുമ്മ യസ്തഗ്ഫിരില്ലാഹ പിന്നീട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും ചെയ്താൽ യജിദില്ലാഹ ഗഫൂറർ റഹീമ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധാരാളമായി ഏറ്റവും പുറത്തു കൊടുക്കുന്നവനായിട്ടും പരമകാരുണ്യകനായിട്ടും അവർക്ക് കാണാൻ കഴിയും എന്ന ഈ പരിശുദ്ധമായ ആയത്താണ് 4-ാമത്തെ ആയത്ത്. ഈ 4 ആയത്തുകൾ ഭൗതികമായ എല്ലാ കാര്യങ്ങൾക്കും മുസ്ലിമീങ്ങൾക്ക് ഉത്കൃഷ്ടമായതാണ്, ഉത്തമമായതാണ്, ഗുണകരമാണ് എന്ന് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലെ ചില സൂറത്തുകൾ, ചില ആയത്തുകൾ, പരിശുദ്ധമായ ഖുർആൻ തന്നെ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരമാണ്, വിശിഷ്യായി പ്രത്യേകമായ സൂറത്തുകൾ, ആയത്തുകളൊക്കെ. അപ്പോൾ അല്ലാഹു തആലയോട് പൊറുക്കലിനെ ചോദിച്ചാൽ അല്ലാഹു തആല പുറത്തു തരും. മറ്റൊരായത്തിൽ കാണാം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ എല്ലാ പാപം അല്ലാഹു തആല പുറത്തു തരുമെന്ന്. അക്രമം ചെയ്തിട്ട് തെറ്റുകൾ ചെയ്തിട്ട് മഹാനീയ പ്രവാചകന്റെ സമക്ഷത്തിൽ ചെന്നിട്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയും നബിതങ്ങൾ നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചെയ്യുകയും ചെയ്താൽ അല്ലാഹു തആലയെ തൗബ സ്വീകരിക്കുന്നവനായിട്ടും പരമകാരുണ്യകനായിട്ടും കാണാൻ കഴിയും. അപ്പോൾ തെറ്റ് ചെയ്തിട്ട് മഹാനീയ പ്രവാചകന്റെ അടുക്കൽ ചെല്ലുക, എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക. അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയൊക്കെ
സമീപത്ത് നമ്മൾ ചെല്ലാറുണ്ട്. അവരുടെ സമീപത്ത് ചെന്നിട്ട് അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുന്നു പുറത്തു തരാൻ. അവരുടെ ഹക്ക് കൊണ്ട്, അവരുടെ ബർക്കത്ത് കൊണ്ട് നമുക്ക് പുറത്തു തരാൻ അള്ളാഹുവിനോട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതിന് മഹത്വമുണ്ട്. വൻപാപങ്ങളൊക്കെ അള്ളാഹു നിരോധിച്ച വൻപാപങ്ങളെ മാറ്റി വെക്കുകയാണെങ്കിലോ ചെറിയ പാപങ്ങളെല്ലാം അള്ളാഹ് പുറത്തു തരും. അതിന് വർജിക്കുക, വൻപാപങ്ങൾ വർജിക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അപ്പൊ ചെറിയ തെറ്റുകൾ ചെയ്ത് ഈ വലിയ പാപത്തിന്റെ പേരിൽ താൻ അക്രമം ചെയ്യുകയും ചെയ്താൽ എന്നിട്ട് പൊറുക്കലിനെ ചോദിച്ചാലോ അള്ളാഹു തആല പുറത്തു തരും. ധാരാളമായി പുറത്തു തരുന്നവനായിട്ട് കാണാൻ കഴിയും, പരമകാരുണികനായിട്ട് കാണാൻ കഴിയും. ഈ 4 ആയത്തുകൾ. ഒന്ന്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു ദുനൂബ ജമീഅ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാഉ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറ ഇസ്മൻ അളീമ എന്നുള്ള ഒന്നാമത്തെ ആയത്ത്. വലൗ അന്നഹും ളലമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമ രണ്ടാമത്തെ ആയത്ത്. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൂന അൻഹു നകഫിറ അൻകും സയ്യിആതികും വനദ്ഖുലുകും മുദ്ഖലൻ കരീമ എന്ന മൂന്നാമത്തെ ആയത്ത്. വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു സുമ്മ യസ്തഗ്ഫിറുല്ലാഹ യജിദില്ലാഹ ഗഫൂറർ റഹീമ എന്ന നാലാമത്തെ ആയത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, വന്യരായ ഗുരുനാഥന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, സന്താനങ്ങൾ, കൂട്ടുകുടുംബാദികൾ, ബന്ധുമിത്രാദികൾ, നാമുമായി ബന്ധപ്പെട്ടവർ, മറ്റ് സത്യവിശ്വാസികൾ എല്ലാവരെയും അള്ളാഹു അവൻ്റെ സ്വർഗീയ ആരാമത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാമുമായി ബന്ധപ്പെട്ടവരിൽ ആരെല്ലാം ശാരീരികമായി, മാനസികമായി, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവരുണ്ടോ, പല പല രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ട് വീടുകളിലും ഹോസ്പിറ്റലുകളിലും കഴിയുന്നവരുണ്ടോ, അർഹമുർ റഹീമായ തമ്പുരാൻ എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. രോഗശമനം നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മാറാ രോഗങ്ങൾ കൊണ്ട് അള്ളാഹു നമ്മെ പരീക്ഷിക്കാതിരിക്കട്ടെ, നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇഹപര വിജയികളിൽ അള്ളാഹു നമ്മവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.